കൺസിസ്റ്റൻസി നേടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ ഞാനൊരു 10 മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് പഠിക്കാം. പക്ഷെ 10 ദിവസം അടുപ്പിച്ച് പഠിക്കാനൊന്നും എന്നോട് ദയവ് ചെയ്ത് പറയരുത്. ഇതേ തോട്ട് പ്രോസസ്സുമായിട്ടാണ് 300ഓളം ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ മാസത്തിൽ എൻ്റെ കൂടെ ചേർന്നത്. അവരോട് ഞാനൊരു ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. നിങ്ങൾ ആദ്യം തന്നെ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ടഫ് കാര്യമാണെന്നുള്ള കാര്യം മാറ്റിവെക്കുക. ഓരോ ദിവസവും തരുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഓരോ ദിവസവും മികച്ചതാക്കി മാറ്റുക. സന്തോഷത്തോടു കൂടി ഇരിക്കുക. ടെൻഷനൊക്കെ വരുമ്പോൾ വേറെ ഒന്നിലോട്ടും നിങ്ങൾ ചിന്തിക്കാതെ ആ ദിവസത്തെ കാര്യങ്ങളിലേക്ക് മാത്രം ചിന്തിച്ച് മിററിൽ ഒന്ന് പോയി ഒന്ന് പുഞ്ചിരിക്കുക. ആ പുഞ്ചിരിക്ക് ഇന്ന് 100 ദിവസം പ്രായമായിരിക്കുകയാണ്. ലിബറേറ്റ് ബാച്ച് 100 days ഓഫ് കൺസിസ്റ്റൻസി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ലെറ്റ് മി റിമൈൻഡ് യു, ദിസ് വാസ് നോട്ട് എ ഹാർഡ് ചലഞ്ച്, ദിസ് വാസ് എ ഹാപ്പി ചലഞ്ച്. ഈ പ്രെപ് ടുഗദർ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഈവൻ എൻ്റെ ആ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് റാങ്ക് ഹോൾഡർ ജേർണി വീഡിയോയിൽ വരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എപ്പോഴും പഠനം എന്നുള്ളത് നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യമായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് ചീത്ത നേരം നല്ല നേരം എന്നുള്ള കാര്യമൊന്നും ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ട് നല്ലൊരു പേഴ്സ്പെക്റ്റീവിൽ വെക്കുകയാണെങ്കിൽ ഓരോ നേരവും നല്ല നേരമാണ്. ഇപ്പൊ പഠിക്കുന്ന ഈ സമയം നമുക്ക് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള നേരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അവിടെ നിന്ന് അകലെയുള്ളൂ. നമുക്കിത് നമ്മളുടെ വിജയത്തിലേക്ക് എത്താനുള്ള നല്ല നേരമാണെന്ന് കൺസിഡർ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഒരു പ്രൂഫായിട്ടാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് തീർത്ത പ്രൂഫല്ല. 300ഓളം ഉദ്യോഗാർത്ഥികൾ ഹാപ്പി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് 100 ദിവസങ്ങൾ തികച്ചിരിക്കുന്നു. ആൻഡ് വൺസ് അഗൈൻ ഇറ്റ് വാസ് നോട്ട് എ ഹാർഡ് ചലഞ്ച്, ഇറ്റ് വാസ് എ ഹാപ്പി ചലഞ്ച്. ഇതിനായിട്ട് ഞാൻ കുറച്ച് ന്യൂറോ സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടൊക്കെ പോകുന്നതിന് മുൻപ് ഞാൻ ആദ്യം തന്നെ ഞാൻ ആരാണെന്ന് പറയണമല്ലോ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എങ്കിലാണ് അതിനൊരു ആധികാരികത ഉണ്ടാവുള്ളൂ. ഞാൻ 10th-ലും 12th-ലൊക്കെ സ്കൂൾ ടോപ്പർ ആയി തന്നെ ബോർഡ് എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം നേരെ തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മികച്ച രീതിയിൽ തന്നെ ബിടെക് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ടൈം പീരീഡിൽ തന്നെ എൻ്റെ ഒരു പേപ്പർ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പ്രസന്റ് ചെയ്ത് NITians-നോടും IITians-നോടും കോമ്പീറ്റ് ചെയ്ത് ബെസ്റ്റ് പേപ്പർ അവാർഡ് നേടി ഹാർവേഡിന്റെ ഓൺലൈൻ ശാഖയായിട്ടുള്ള ഹാർവേഡ് എക്സിൽ നിന്ന് സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ പേപ്പറൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് SSR-ൽ നിങ്ങൾക്ക് ആ പേപ്പർ പബ്ലിഷ് ചെയ്തതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലയളവിലൊക്കെ ആയിട്ട് ഞാൻ പല വിധത്തില് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പല ജേർണൽസിൽ നിന്നൊക്കെ ആയിട്ട് വായിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു 100 days സക്സസ്ഫുൾ ഹാപ്പി ചലഞ്ച് എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ഓരോ പ്രിൻസിപ്പിൾസും ഞാൻ പറയാം. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക. പലർക്കും ഇന്നുണ്ടാവുന്ന പ്രശ്നം, അവർ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറേയധികം അഡ്വൈസസ് കേൾക്കുന്നു, പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു 100 days ഹാപ്പി ചാലഞ്ച് സക്സസ്ഫുൾ ആക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച ആദ്യത്തെ കാര്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം ആക്ച്വലി ഫെയിലിയർ ആണ് ഞാൻ ഈ ഒരു 100 days ഹാപ്പി ചാലഞ്ച് സക്സസ്ഫുൾ ആക്കാനായിട്ട് ആദ്യം തന്നെ ഉപയോഗിച്ചത്. മനു കപൂർ എന്നുള്ളൊരു തിങ്കറിന്റെ പ്രൊഡക്റ്റീവ് ഫെയിലിയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ കൂടെ റിവേഴ്സ് ലേണിങ്ങിനെയും കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു. ആദ്യത്തെ ആഴ്ചകളിൽ അവർക്ക് ഞാൻ പ്രോപ്പറായിട്ട് PYQs സെഷൻസ് വെച്ചു, സിലബസ് അനാലിസിസ് സെഷൻസ് വെച്ചു, ഓവർവ്യൂസ് ഓരോ സബ്ജക്റ്റിലെയും ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിൽ AI-യുടെ ഹെൽപ്പോട് കൂടെ അവർക്ക് സെഷൻസും വെച്ചു. എന്നിട്ട് അവർക്ക് എക്സാംസ് നടത്തി. ഈ കാലയളവിൽ അവർ കുറെ എക്സാമിൽ വളരെയധികം പിന്നോട്ട് പോയി. പക്ഷെ ആ ഫെയിലിയറുകളിലൂടെ ആ സബ്ജക്റ്റുകൾ എന്താണെന്ന് കുറച്ചും കൂടെ മികച്ച രീതിയിൽ അവർ പഠിച്ചു. മേ ബി അവർക്ക് വെറും ക്ലാസ്സുകൾ മാത്രമായിട്ട് പോയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ സബ്ജക്റ്റ് എന്താണെന്നുള്ളതിലേക്ക് ആഴ്ന്നു ചെല്ലില്ലായിരുന്നു. നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമ്മളെ ബ്രെയിന് അത് അറിയാനുള്ള താല്പര്യം കുറച്ചും കൂടെ കൂടും. അതാണ് ഞാൻ ഈ റിവേഴ്സ് ലേണിങ്ങിന്റെ കൂടെ പ്രൊഡക്റ്റീവ് ഫെയിലിയർ കമ്പൈൻ ചെയ്തപ്പോൾ അവരിൽ എനിക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും എൻഷുർ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ക്ലാരിറ്റി എന്നുള്ളത്. അവർക്ക് ഞാൻ ഓരോ വീക്കും തുടങ്ങുമ്പോൾ തന്നെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ കൊടുത്തതിനൊപ്പം തന്നെ ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ തലേ ദിവസം തന്നെ കൊടുക്കും. തലേ ദിവസം തന്നെ അവർ ടു ഡു എഴുതി വെച്ച് തുടങ്ങും. പിറ്റേ ദിവസത്തേക്ക് അവർ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങും. ഇതുവഴി അവർക്ക് വളരെ നല്ല ക്ലാരിറ്റി നേടാനായിട്ട് കഴിഞ്ഞു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വഴി ഏതാ എന്നറിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, മൊത്തത്തില് വളരെ ദുഷ്കരമായിട്ടുള്ള യാത്രയായിരിക്കും. പക്ഷെ വഴി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഓരോ ഷോർട്ട് ഗോൾസും നിങ്ങൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഡെയിലി ഞാൻ കൊടുക്കുന്നത് അവർക്കൊരു ഷോർട്ട് ഗോളായിട്ട് ആക്ട് ചെയ്തു. വീക്ക്ലി ഉള്ള മെന്റർഷിപ്പ് സെഷൻസ് അവരുടെ വീക്ക് എന്നുള്ള മറ്റൊരു ഗോളിലേക്ക് അവരെ എത്തിച്ചു. അതിനുശേഷം 100 ദിവസം സക്സസ്ഫുൾ ആയിട്ട് അവർ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ഞാൻ ഉപയോഗിച്ചത് ഡെയിലി ചെക്ക് ഇൻസ് ആണ്.
ഡെയിലി ചെക്കിൻസിൽ ഞാൻ പറഞ്ഞല്ലോ, അവർ തലേ ദിവസം തന്നെ ടു ഡു എഴുതി വെച്ച് തുടങ്ങും. അവർ പ്ലാൻ ചെയ്ത് രാവിലെ പഠിച്ചു തുടങ്ങി. അവര് ഓരോ സമയവും പഠിക്കാനിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴും അവർ പ്രോപ്പറായിട്ട് ചെക്ക് ഇൻ ചെക്ക് എഴുതാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപുള്ള ഓറിയന്റേഷൻ സെഷനുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് രാത്രി ഒരു എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അവർ ആ ഡെയിലി ചെക്ക് ഇൻ പ്രോപ്പർ ആയിട്ട് മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ ഉപയോഗിച്ച ന്യൂറോ സയന്റിഫിക് പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഡെയിലി ചെക്ക് ഇൻ വഴി നേടിയെടുത്തത് ഒരു ക്ലോഷറാണ്. ഓരോ ദിവസവും പഠിച്ചതിന്റെ ക്ലോഷർ. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും 50 വയസ്സായിട്ട് ഒരു പേപ്പറും 5 രൂപയുടെ പേനയല്ലേ ഇതിലുള്ളൂ, ഇതിൽ എന്താണ് ഇത്ര വലിയ ന്യൂറോ സയന്റിഫിക് പ്രിൻസിപ്പിൾ എന്നുള്ളത്. ഇവിടുത്തെ ന്യൂറോ സയന്റിഫിക് പ്രിൻസിപ്പിൾ ക്ലോഷർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ഇത് എഴുതി വെച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലൊരു ക്ലോഷർ ഉണ്ട്. ഞാൻ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തു. അത് അവർക്ക് പിറ്റേ ദിവസത്തേക്ക് മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓരോ ദിവസത്തെയും കാര്യങ്ങൾ കഴിഞ്ഞു, ഇന്നലത്തെ കാര്യം അവിടെ കഴിഞ്ഞു എന്ന് പേപ്പറിൽ എഴുതുമ്പോൾ അവരുടെ മൈൻഡിൽ റീഇൻഫോഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഉപയോഗിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡെയിലി ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. അവർ ഈ ഡെയിലി ചെക്ക് ഇൻ മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇട്ടതിന് ശേഷം എന്നും രാവിലെ ഞാൻ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കും. പ്രോപ്പറായിട്ട് ഇതുപോലുള്ള പല വിധത്തിലുള്ള സാഹചര്യത്തിലൂടെ പോയൊരു വ്യക്തി അവർക്ക് പ്രോപ്പറായിട്ട് ഫീഡ്ബാക്കുകൾ നൽകുമ്പോൾ അവർക്കത് ഇംപ്ലിമെന്റ് ചെയ്ത് അവരുടെ ഓരോ ദിവസവും മികച്ചതാക്കി മാറ്റാനായിട്ട് അവർക്ക് കഴിഞ്ഞു. അത് മാത്രമല്ല, കൂടെ ഒരാൾ ഉണ്ട് എന്നുള്ള തോട്ട് നമുക്ക് വളരെയധികം കംഫർട്ടിംഗ് ആണ്. നമ്മളെ പേടി കുറെയൊക്കെ മാറ്റിക്കളയും. അത് വേറൊരു കാര്യത്തിലും കൂടെ ഞാൻ ഉപയോഗിച്ചു. അത് ആൻസൈറ്റിനെ ഓരോ ആഴ്ചയും അഡ്രസ് ചെയ്തു എന്നുള്ളതാണ്. അവർക്ക് എല്ലാ ആഴ്ചയും വീക്ക്ലി ഫോക്കസ്ഡ് മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ബാച്ചിലുള്ള ആരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, എല്ലാ ആഴ്ചയും ഞാൻ ആൻസൈറ്റിനെ കുറിച്ച് അവരോട് സംസാരിച്ചിരുന്നു. ആൻസൈറ്റി, പ്രഷറൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എന്തുകൊണ്ട് ആൻസൈറ്റി വേണ്ട, നിങ്ങൾ പാസ്റ്റിൽ നിൽക്കണ്ട, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണ്ട, നിങ്ങൾ ഇപ്പോ ഇരുന്ന് പഠിക്ക്, പെൻഡിങ്ങിനെ കുറിച്ച് പേടിക്കണ്ട, നിങ്ങൾ ഇപ്പോ ഓരോ ദിവസവും മികച്ചതാക്കി മാറ്റ് എന്ന എല്ലാ ആഴ്ചയും ഞാൻ പറഞ്ഞിരുന്നു. ചിലർക്ക് ചിലപ്പോൾ അതിന്റെ പേർപ്പസ് മനസ്സിലാക്കാതെ അത് കേട്ടിരുന്നാൽ തോന്നാം, ഇതെന്തിനാ എല്ലാ ആഴ്ചയും പറയണമെന്നുള്ളത്. ഇതെല്ലാ ആഴ്ചയും പറയാനുള്ള കാരണം ആൻസൈറ്റി എന്നുള്ളത് മനുഷ്യന്റെ ഒരു വികാരമാണ്. പലരും ചെയ്യാറുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 75 days ഹാർഡ് ചാലഞ്ച് ആണ് ചെയ്യുന്നത്, ഞാൻ ഭയങ്കര സ്റ്റോയിക്കാണ്, എനിക്ക് ഇമോഷൻസ് ഇല്ല, എനിക്ക് ആൻസൈറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോവുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇമോഷൻസിനെ നമ്മൾ അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്സെപ്റ്റ് ചെയ്ത് അതിന് സൊല്യൂഷൻസ് തേടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. അത് ചെയ്തപ്പോ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. ആൻസൈറ്റിനെ ഞാൻ എല്ലാ ആഴ്ചയും അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തി. അത് മാത്രമല്ല, എന്നെ കൊണ്ടാവുന്ന വിധം ആദ്യത്തെ ദിവസം മുതൽ ഞാനായിട്ട് അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തു. നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും, നിങ്ങൾക്കത് ജയിക്കാൻ പറ്റും. അവര് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ 100 ദിവസത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആയി, ഇത്രയും എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്ത് അവരിവിടെ നിൽക്കുന്നു. ഇന്ന് അവരവിടെ നിൽക്കുന്നുണ്ട്. അന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം മാത്രമായിരുന്നു അത്. ഇന്ന് അത് പ്രൂവൺ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് നീങ്ങുക. എനിക്കിതിപ്പോ നല്ല രീതിയിൽ പറയാൻ പറ്റുന്നത് ഞാൻ പുറകോട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുള്ളതുപോലെ, ഡോട്ട്സ് ഡോണ്ട് കണക്ട് വെൻ യു ലുക്ക് ഫോർവേഡ്, ഇറ്റ് കണക്ട്സ് വെൻ യു ലുക്ക് ബാക്ക്വേർഡ്സ്. ഇക്കാര്യത്തിൽ ഞാൻ എന്റെ വിശ്വാസം അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ഡോട്ട്സ് മുന്നോട്ട് നോക്കുമ്പോൾ ഞാൻ അത് കണക്ട് ചെയ്ത് തന്നെ കണ്ടു. അവർക്ക് വിശ്വാസം നൽകി. ആൻഡ് അൾട്ടിമേറ്റ്ലി ഡോട്ട്സ് കണക്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവർക്ക് ഓരോ ആഴ്ചയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബ്രേക്കുകൾ നൽകി. സൺഡേസ് ഓഫ് ആയിരുന്നു. അന്ന് ഞാൻ അവർക്ക് സെഷൻസ് പോലും രാത്രി ആകുമ്പോൾ മാത്രമേ കൊടുക്കുള്ളൂ. അതായത് തിങ്കളാഴ്ചത്തേക്കുള്ള സെഷൻസ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ബ്രേക്ക് പ്രോപ്പർ ആയിട്ട് എടുക്കണം. ബ്രേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രേക്ക് നിങ്ങൾ എടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവാന്നറിയോ? ബ്രേക്ക് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് എടുത്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവാന്നറിയോ? നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. തിങ്കളാഴ്ച നിങ്ങൾ ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞായറാഴ്ച ബ്രേക്ക് വരും, അന്ന് നമുക്ക് മുടക്കാണ്. അതുകൊണ്ട് എന്താ, ഞായറാഴ്ച വരെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് ചൊവ്വാഴ്ച എത്തുമ്പോൾ തോന്നും ബുധനാഴ്ച ഓഫ് എടുത്താലോ, വ്യാഴാഴ്ച ഓഫ് എടുത്താലോ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഓഫ് എടുത്താലോ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഓഫ് കൊടുത്തത് അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ കൂടെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് അവരുടെ കൺസിസ്റ്റൻസി ഇംപ്രൂവ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ പ്രിപ്പറേഷൻ അടിപൊളിയാക്കാനാണ് ഹെൽപ്പ് ചെയ്തത്. അത് പ്രോപ്പർ റിവിഷൻസ് ആയിരുന്നു. അവർക്ക് പ്രോപ്പർ ആയിട്ട് 2 ദിവസം കഴിയുമ്പോൾ റിവിഷൻ ഉണ്ടായിരുന്നു, ഓരോ ആഴ്ചയിലും റിവിഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ റിവിഷൻ ഉണ്ടായിരുന്നു, 4 ആഴ്ച കൂടുമ്പോൾ റിവിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ റിവിഷൻസിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടുള്ളത്. റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പെർമനന്റ് മെമ്മറിയിലോട്ട് ഓരോ കാര്യങ്ങൾ കയറുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും. അതൊക്കെ നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതായിട്ട് പറയുമ്പോഴും ഒരൊറ്റ അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾ ആണ് അവരെ ഇത്രയും ദൂരം എത്തിച്ചത്. ഓരോ ദിവസവും ഹാപ്പി ആയിട്ട് ഏറ്റവും മികച്ചതാക്കി മാറ്റുക. പുഞ്ചിരി മനസ്സിൽ സൂക്ഷിക്കുക. അതവർ സൂക്ഷിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ആ പുഞ്ചിരിക്ക് 100 ദിവസം പ്രായമായി.
And I'm really happy to announce to you all that 100 days happy challenge is a success. And വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും 100 ദിവസം എത്തിയത് പോലും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ഫോക്കസ് 100 ദിവസം എന്നുള്ള നേട്ടത്തിലേക്കല്ലായിരുന്നു, ഓരോ ദിവസവും മികച്ചതാക്കണം എന്നുള്ളതിലേക്ക് മാത്രമായിരുന്നു. നിങ്ങൾക്കും ഇപ്പോൾ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രോപ്പർ ആയിട്ട് ക്ലാരിറ്റി ഉള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫോളോ ചെയ്യാം. നമ്മളെ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലൊക്കെ ആ സ്റ്റഡി പ്ലാൻ ഞാൻ എന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ഇന്നത്തെ ഇപ്പോൾ 15th ഡേ ആണ് 90 ഡേയ്സ് ചാലഞ്ചിന്റെ. ലിബറേറ്റ് ബാച്ച് നേരത്തെ ബാച്ച് ആയിരുന്നു. 90 ഡേയ്സ് ചാലഞ്ച് നമ്മൾ ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ആ ചാലഞ്ചിന്റെ ഡേ 1 മുതൽ സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. അത് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് ഏപ്രിൽ മാസം കൊണ്ടൊക്കെ തന്നെ സിലബസ് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സെഷൻസും നോട്ട്സും അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്കത് പ്രെപ് ടുഗദർ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മെന്റർഷിപ്പ് വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലാതെയും നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഇതേ പ്രിൻസിപ്പിൾസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പഠനം ഏറ്റവും മികച്ചതാക്കി മാറ്റാം. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതിൽ കുറെ അധികം പ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ പറഞ്ഞാൽ മതി, നമുക്കിത് പ്രോപ്പർ ആയിട്ട് അഡ്രസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഇക്കാര്യം ഓർക്കുക, ഈ 100 ദിവസങ്ങൾ ഏറ്റവും മികച്ചതാക്കി മാറ്റിയതിലൂടെ, സന്തോഷം മനസ്സിൽ കാത്തതിലൂടെയാണ് 100 ഡേയ്സ് ചാലഞ്ച് സക്സസ്ഫുൾ ആയിട്ടുള്ളത്. നിങ്ങളും ഹാപ്പി ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വേറെ എവിടെയും നിങ്ങളോട് പറയില്ല. പഠിക്കുക എന്നുള്ളത് ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മളുടെ പൂർവികരായിട്ടുള്ളവർ നമുക്കായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാണ്ട് ഒന്നും തന്നെ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. നിങ്ങൾ സന്തോഷമായിട്ട് സ്നേഹത്തോടെ ഓരോ സബ്ജക്റ്റിനോടും ഓപ്പൺനെസ്സോടെ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആവും. നമ്മുടെ ബാച്ചിൽ സെറ്റ് ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാ സബ്ജക്റ്റും 40 മാർക്കിന്റെ അടുത്ത് GK അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. MEMന്റെയും ഓൾമോസ്റ്റ് ഒരു 40 മാർക്സ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈം പീരീഡിൽ അവരൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. കാരണം അവര് സന്തോഷത്തോടെ സ്നേഹത്തോടെയാണ് ഓരോ സബ്ജക്റ്റിനെയും കണ്ടത്. ഇതുപോലെ നിങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.